ഹായ് ഗെയ്സ്, ഗുഡ് ഈവനിങ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. വിശ്വസിക്കുന്നു. സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സിനിമാ ഗാനം പാടാമെന്ന് വിചാരിച്ചു. ഞാൻ സത്യത്തിൽ സിനിമാ ഗാനങ്ങൾ പാടിയിട്ടില്ല കേട്ടോ. ഞാൻ ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെയാണ് പാടിയിട്ടുള്ളത്. അതും ചർച്ച് ക്വയറിൽ പിന്നെ ഞാൻ പാടിയിട്ടുണ്ടല്ലോ, സ്കൂൾ തലത്തിലും ഒക്കെയാണ് ഞാൻ പാടിയിട്ടുള്ളത്. അല്ലാതെ സിനിമാ ഗാനങ്ങളൊന്നും ഞാനിങ്ങനെ പാടിയിട്ടില്ല. അപ്പോഴേ എനിക്ക് സിനിമാ ഗാനങ്ങളുടെ തന്നെ 2 വരിയൊക്കെ അറിയാമായിരുന്നുള്ളൂ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഇപ്പം മാർക്ക് കുറവുള്ള കുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് സിനിമാ ഗാനത്തിൻ്റെ ഫുൾ വരികളും അറിയാമായിരിക്കും. എനിക്കാണെങ്കിൽ ആദ്യത്തെ 2 വരി മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഈ ഗാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എഴുതിയെടുത്തിട്ട് ഞാൻ പാടുകയാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. ഞാൻ വലിയ ഗായികയൊന്നുമല്ല, ഞാനൊന്ന് പാടി നോക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. ഓക്കെ, എന്നാലും ഞാൻ പാടുകയാണ് കേട്ടോ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്ത നിശീതിനിയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല, നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല, മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി, ഏഴഴകുള്ളൊരു തേരിൽ എൻ്റെ ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്ത നിശീതിനിയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, വിരിയും പൂനിലാവുമായി ചാരെ നിന്നു തപസ്സിനി, വിരിയും പൂനിലാവുമായി ചാരെ നിന്നു തപസ്സിനി, പുളകത്തിൻ സഖിയായി മിരിമാറിൽ കുളിരായി, 7 സ്വരങ്ങൾ പാടാൻ വന്നു ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്ത നിശീതിനിയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഓക്കെ, ഞാൻ ഈ പാട്ട് പാടിയത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഈ പാട്ട് ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എഴുതിയെടുത്ത് അതിനുശേഷം ഇത് കേട്ട് ഒന്ന് പഠിച്ച് പാടിയതാണ് കേട്ടോ. എനിക്ക് വലിയ രീതിയിൽ പാടാനൊന്നും ഇത് പറ്റിയിട്ടില്ല, എന്നാലും ഞാൻ എൻ്റെ ആഗ്രഹം പാടി തീർത്തു. ഓക്കെ, താങ്ക് യു.